ആൾക്കാരാണ്. പെരുന്നാളിൻ്റെ തിരക്കാണ് ചുറ്റും. കണ്ടോ, നല്ല തിരക്കാണ് ചുറ്റും. അപ്പോൾ ഞങ്ങൾ പൊന്നാനി എത്തിയിരിക്കുകയാണ്. പൊന്നാനിക്ക് പോവാണ്. പോണ വഴിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് കിട്ടി. പെരുന്നാളിൻ്റെ തിരക്കാണ്. എല്ലാവരും അവിടുന്ന് വരണവരാ. ഇവിടുന്ന് അങ്ങോട്ട് പോണവരും വരണവരും നല്ല തിരക്കായിരുന്നു. പിന്നെ അതല്ലാണ്ട് പോണവരും അങ്ങനെ നല്ല തിരക്കായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ തിരക്കുകൾ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ചേട്ടൻ കൊടുങ്ങല്ലൂർ പോയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഞങ്ങളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ തന്നെ നല്ല തിരക്കും ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നായിട്ട് എത്തിയത്. ഇന്നലെ പോയിട്ട് ഇന്നെത്തിയത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഇട്ട് പോകുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലോ പൈസ വേണം. ബൈക്കിന് 25, ബാക്കിയുള്ളതിന് എത്രയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ബൈക്കിനുള്ളത് ഞങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എല്ലാവരും ആ വഴിക്കൂടെ പോകണം. ഞങ്ങൾ ഈ വഴിക്കൂടെ പോയി. എല്ലാവരും അതിൽക്കൂടെ പോയിട്ട് ഇതിൽ കൂടെ വരണം. ഞങ്ങൾ ഇതിൽ കൂടെ പോയിട്ട് അതിൽക്കൂടെ പോവാ പറഞ്ഞിട്ട് പോണത്. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ബോട്ടുകളും പോണ വഴിക്ക് കണ്ടെയ്നറൊക്കെ നിർത്തിയിട്ടുണ്ട്, മീനിൻ്റെ ഒക്കെ. അപ്പോൾ അതാ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. പെരുന്നാളിൻ്റെ ഇതൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. അങ്ങനെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ബോട്ട് സർവീസ് അവൈലബിളാണ് അവിടെ. അപ്പം അങ്ങനെ നിർത്തിയിട്ട് ബോട്ടിലൊക്കെ ഓരോരുത്തർ കയറി ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. ഞങ്ങളും കുറച്ചെടുത്തു. പിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും കൂടെ നടക്കാത്തറ്റം വരെ നടക്കാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ അച്ഛനും മോനും നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. അപ്പോഴാണ് ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ഞണ്ടിനെ കണ്ടത്. വലിയൊരു ഞണ്ട് തന്നെ കേട്ടോ. ഇതിൽ കാണുമ്പോൾ ചെറുത് തോന്നിയാൽ നേരിട്ട് കാണുമ്പോൾ വലുതാണ്. അതിന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ അതിന് കുറച്ച് നേരം വീഡിയോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ആ അറ്റത്തേക്ക് പോവാ വെച്ചിട്ടാണ്. അപ്പം അങ്ങോട്ട് എത്തി. നല്ല രസമുണ്ട് ഇവിടുത്തെ കാണുമ്പോൾ. അസ്തമയനമൊക്കെ ആവാനായല്ലോ. 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബോട്ട് സർവീസിന് അങ്ങോട്ട് വന്നു. അവിടെ വരിയായിട്ട് നിൽക്കുകയാണ്. ഓരോ ട്രിപ്പ് ഇങ്ങനെ അടിക്കുകയാണ് ബോട്ട്. അത് കുറച്ച് കയറാൻ നിന്നില്ല. അല്ലൂസിനായിട്ട് കയറുക നടക്കണതല്ല. അവൻ അലമ്പാക്കും. അവൻ കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവൻ്റെ അലമ്പത്തരം തുടങ്ങും. അതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ ബോട്ട് സർവീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. കണ്ടായിക്കൂടൊക്കെ ഇങ്ങനെ പോയി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ 2-3 എണ്ണം ഉണ്ട്. പിന്നെ ഇതല്ലാണ്ട് വേറെ സ്ഥലത്തുണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ പോവാണ്. കുറേ നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മറ്റേ പുതിയ റോഡുണ്ടല്ലോ, ആ വഴിയാണ് പോയത്. എന്തെന്ന് അതിന് പറയാം, മറന്നു ഞാൻ. ചമ്പ്രവട്ടം പോയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ കുറച്ച് വൈബൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇറങ്ങി. അല്ലൂസ എനിക്ക് അച്ഛനുള്ള ദിവസം അവൻ ഉറങ്ങത്തില്ല, അല്ലെങ്കിൽ ചോറ് തിന്നാൽ ഉറങ്ങേണ്ടതാണ്. ഇത് ഉറങ്ങില്ല. അപ്പത്തിനും അപ്പോൾ ഉറങ്ങൊന്നും ചെയ്തില്ല. വണ്ടിയിൽ നിന്നപ്പോൾ വേഗം ഉറങ്ങി ചെക്കൻ. എന്നിട്ടാണ് എത്തിയപ്പോഴാണ് എണീച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ പാലത്ത് കൂടെയാണ് പോയത്. ചമ്പ്രവട്ടത്തേക്കുള്ള വഴി നല്ല ഇതാക്കിയിട്ടുണ്ടല്ലോ, റോഡാക്കിയിട്ടുണ്ടല്ലോ.
അപ്പോൾ ഇവിടെ ഒക്കെ ആൾക്കാർ തന്നെ കേട്ടോ പെരുന്നാളായിട്ട്. അവിടെ ഉള്ളതിൻ്റെ കൂടുതൽ ആൾക്കാർ ഈ ഭാഗത്ത് തോന്നണം. ബീച്ചിലുള്ളതിൻ്റെ കൂടുതൽ ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പരിപാടികളും വണ്ടിയിലിങ്ങനെ പാട്ട് വെച്ചിട്ടൊക്കെ ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. ഗാനമേള പോലത്തെ ഇങ്ങനെ പാടുണ്ട് അവിടെ നിന്നിട്ട്. കണ്ടോ എന്ത് ഭംഗിയാ, നല്ല തിരക്കുണ്ട്. അതാണ് ഹൈലൈറ്റ്. കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് അത്ര വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവില്ല. നമ്മളെ ഇടയ്ക്കും തലയ്ക്കും വരുന്നവർക്കാവും ഇതൊക്കെ എന്തോ പോലെ തോന്നും. എൻ്റെ തോന്നിയെടുക്കണതാണ് എന്ത് ഭംഗിയാണ്. പിന്നെ കപ്പിൾസൊക്കെ തോനെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി ഒരുപാടുണ്ട്. നല്ല രസമുണ്ട്. ഈ സൈഡിൽ വെള്ളമൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര വൈബാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വൈബ് ആസ്വദിച്ചിട്ട് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായിട്ട് ഹോട്ടലും കടകളും കാര്യങ്ങളൊക്കെ. അവിടെ നിന്നൊക്കെ ചായ കുടിച്ച് നല്ല വൈബായിരിക്കും. നേരെ നോക്കുന്നത് ഇതൊക്കെ അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് വൈബ് അടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കുള്ള കാരണം ഇത്തിരി നിർത്തിയിട്ടാണ് പോണത്. ഈ മുന്നിൽ പോണ വണ്ടിയിലൊക്കെ ഭയങ്കര പാട്ട് വെച്ചിട്ട് പോണത്. കണ്ടപ്പടിയും ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല തിരക്കാ. എന്താ തിരക്ക് വെച്ചിട്ടാ. അല്ലൂസ് ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഒന്ന് ഓടി നിന്നിട്ട് കളിക്കുക. ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. കണ്ടോ ഈ ഭാഗത്തൊക്കെ കടകൾ കേട്ടോ. ഞാൻ ഇനി കുറച്ച് കടകൾ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കടകളൊക്കെയാണ്. നല്ല രസമുണ്ട്. കണ്ട ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. ബോട്ടുകളുണ്ട് ഇവിടെ. വെറുതെ ആൾക്കാരിങ്ങനെ അവിടെയും ബോട്ട് സർവീസ് ഉണ്ടോ തന്നെ കേട്ടോ. എന്താ തിരക്ക്. ഇതിൻ്റെ പകുതി ഇട്ടിപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊന്നും ഒഴിഞ്ഞു. തിരക്കൊഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അവിടെ കുറച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടോ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എന്താന്ന് അപ്പോൾ അതൊക്കെ കണ്ടു. അലൂസിനെ കാരണം പറഞ്ഞിട്ട് പിന്നെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒക്കെ കണ്ടിട്ട് പോന്നു. അപ്പം അത്ര ഉള്ളൊരു വീഡിയോ. ഇനിയും വീഡിയോ ഇട്ടുണ്ടെങ്കിൽ എന്താവില്ല. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ശരി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഒന്ന് ചെയ്യണേ. അപ്പം ശരി, ഇനി മറ്റൊരു വീഡിയോ ആയിട്ടും വരാം. അപ്പം ശരി.